ഡോക്ടർ സി ജെ റോയിയുടെ മരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലെന്നോ അല്ലെങ്കിൽ സങ്കടമുണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ അവിശ്വസനീയമെന്നോ ഒന്നും പറഞ്ഞാൽ മാത്രം തീരില്ല. കാരണം പ്രവാസികളോട് അത്രത്തോളം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പ്രവാസികൾക്കിടയിൽ പല വേദികളിലും നമ്മൾ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ സി ജെ റോയ്. മാത്രമല്ല പ്രവാസികളുടെ ചികിത്സാ സഹായത്തിനൊക്കെ അദ്ദേഹം ധാരാളം സ്ഥാപനങ്ങളെയും അതേപോലെ തന്നെ സംഘടനകളെയും ഒക്കെ സഹായിച്ചിട്ടുമുണ്ട്. ഇനി ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപത്തിന് അപ്പുറത്ത് ദുബായിലൊക്കെ ആണെങ്കിൽ മറ്റ് പല മേഖലകളിലും അദ്ദേഹത്തിന് നിക്ഷേപം ഉണ്ടായിരുന്നു. സ്കൂളുകളിലാണെങ്കിൽ, അതോടൊപ്പം തന്നെ പെർഫ്യൂം രംഗത്താണെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡിലൊക്കെ അദ്ദേഹത്തിന് വലിയ ഷോറൂം തന്നെയുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ബിസിനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ദുബായിൽ സി ജെ റോയ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ആർക്കും അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രവാസികൾ. UAE KMCC ഏകദേശം 100ഓളം പേർക്ക് സൗജന്യമായി ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി ഒരു ഓപ്പറേഷൻ നമ്മൾ നടത്തിയിരുന്നു. 100 പേർക്ക് പരിപൂർണമായി ഫ്രീ ആയിരുന്നു, അത് സൗജന്യമായി നടത്തിയത്. അത് കോഴിക്കോട് വെച്ചാണ് നടന്നത്. അതിൻ്റെ ഒരു മേജർ ഞങ്ങളുടെ മുമ്പിൽ നിന്നത്, ഞങ്ങളോടൊപ്പം നിന്നത് സി ജെ റോയ്യ. ഏതായാലും വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ പ്രവാസി സമൂഹം ഇന്നത്തെ ഈ വാർത്ത അറിഞ്ഞത്. കൈ അയച്ച് മനുഷ്യനെ സഹായിക്കുന്ന കാരുണ്യവാനായ വ്യവസായി, അങ്ങനെ വേണം സി ജെ റോയിയെ കരുതാൻ വേണ്ടി. അതാണ് പ്രവാസികളുടെയൊക്കെ അനുഭവം. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് സഹായിക്കാൻ ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ അദ്ദേഹം മടിച്ചു നിൽക്കാറില്ല. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ധാരാളം സംഘടനകളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. KMCC ആണെങ്കിലും ഇൻകാസ് ആണെങ്കിലും, അതോടൊപ്പം ഇനി സംഘടനകളല്ലാതെ വരുന്ന മറ്റ് വ്യക്തികളെ ആണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെ ചികിത്സയ്ക്ക് വലിയ സഹായം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. എപ്പോഴും കൈ അയഞ്ഞ് സഹായിക്കുന്ന ഒരാളായിരുന്നു സി ജെ റോയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഉള്ളവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്ത ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കാണ്, വേറെ ഒന്നുമല്ല. ഹോസ്പിറ്റലിലെ വലിയ ഭീമമായ ഒരു തുക ഒരു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തപ്പോൾ എൻ്റെ ഓഫീസുമായിട്ട് ഇന്ന ആളുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ, അവരത് നോക്കിക്കോളും, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാമെന്ന ഉറപ്പ് പല പ്രാവശ്യം അദ്ദേഹം നേരിട്ട് തന്നിട്ടുണ്ട്. അന്നാണ് ആ വലിയ മനുഷ്യസ്നേഹിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള കാസിനോവ അടക്കം നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചു എന്ന് മാത്രമല്ല, ദുബായിൽ 2 റിയൽ എസ്റ്റേറ്റ് വൻകിട പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒന്നിൻ്റെ നിർമ്മാണ പ്രവർത്തനം ദുബായ് സിലിക്കൺ ഒയാസിസിനടുത്ത് ആരംഭിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന് കോടികളുടെ ബൃഹത് പദ്ധതിയാണ്. ആ പദ്ധതി രണ്ടും പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. തൻ്റെ മകനായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്ന് പറഞ്ഞ് മകനെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിരുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ വാഹനപ്രിയം ദുബായിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. 18-ലധികം വൻകിട കാറുകൾ, അത് ബുഗാട്ടി ആണെങ്കിലും അതുപോലെ തന്നെയുള്ള ലംബോർഗിനി അടക്കമുള്ള കാറുകളെ വലിയ സ്നേഹമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു സി ജെ റോയ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോഴും പ്രവാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ദുബായിൽ നിന്ന് മുഷീർ കൊടിയിലൊപ്പം സുരേഷ് ഒളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.